ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ചുറ്റും കർത്താവ് അഗ്നിസ്തംഭമായി നിലകൊള്ളും. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ, ഇസ്രായേൽ ജനത്തിന് വഴിവിളക്കായും മേഘസ്തംഭമായും അഗ്നിത്തൂണായും അവിടുന്ന് നിലകൊള്ളും. ഇതുപോലെ കർത്താവ് നമ്മുടെ ചുറ്റിലും നമ്മുടെ കുടുംബത്തിന് ചുറ്റും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഒരു സംരക്ഷണ വലയം നൽകി അനുഗ്രഹിക്കും. കർത്താവ് ആ സംരക്ഷണ വലയം ഭേദിച്ച് പിശാചിന് കടക്കാതിരിക്കാൻ നാം എന്നും ദൈവാശ്രയത്തോടുകൂടെ ജീവിക്കുക. സക്രിയ പ്രവചനത്തിൽ 2-ാം അധ്യായം 5-ാമത്തെ ലിഖിതം, സക്രിയ ചാപ്റ്റർ 2:5, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിന് മഹത്വമായിരിക്കും. കർത്താവിൽ ചെയ്യുന്നു. കണ്ടോ, കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവരുടെ കൂടെ കർത്താവ് അഗ്നിയായി കോട്ടയായി അതിൻ്റെ മധ്യത്തിൽ ഉണ്ടായിരിക്കും. ഇത് കർത്താവ് അരുൾ ചെയ്യുന്ന വാക്കുകളാണ്. ഈശോയെ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, ഞാൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ, ഞാൻ ചെയ്യാത്ത രീതിയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ, ഇതെല്ലാം കർത്താവ് അവിടുന്ന് എനിക്ക് കോട്ടയായി, സഹായമായി, സംരക്ഷകനായി എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.